നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇലയ്ക്കും മുള്ളിനും കേടുപറ്റാത്തൊരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിത്തരാം. മര്യാദയ്ക്ക് ഇത് ഡിലീറ്റ് ചെയ്യുന്നത് നിനക്ക് നല്ലത്. നല്ലൊരു ഐഡിയ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കിനി ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാം. ഇങ്ങനൊരു നീചനുമായിട്ട് എനിക്ക് ഒരു ബിസിനസ് ഡീലും വേണ്ട. എടാ, നിന്റെ അമ്മയുടെ ഡിസൈൻസിന് ആ കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ഇന്ന് തന്നെ അത് അവരുടെ കൈകളിലെത്തും. അതിൽ 10 ലക്ഷം രൂപ അത് നിന്റെ അമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. പാവം, അവരൊരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തതല്ലേ. ബാക്കിയുള്ളത് വെറും 40 ലക്ഷം രൂപ. അതെ, അതെനിക്കുള്ളതാണ്. എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഈ മൊബൈലിൽ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന ഫോട്ടോസ് എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ വാരി വിതറിഞ്ഞാൻ. എന്താ നിന്റെ അഭിപ്രായം? പറ, തുറന്നു പറ. ഈ ഒരു കാര്യത്തിൽ ഇത്രയും നല്ലൊരു ഡീലിംഗ് ആര് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഉറപ്പാ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വള്ളി പുള്ളി തെറ്റാതെ നീ അങ്ങ് പ്രവർത്തിച്ചാൽ മാത്രം മതി. ഇന്ന് രാത്രി നീ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം നീ എന്നെ വിളിക്കണം. എത്ര പാതിരായാലും വേണ്ടില്ല, നിന്നെ കാണാനായി ഞാൻ വരും നിന്റെ വീട്ടിൽ. അമ്മയോട് വളരെ സ്വകാര്യമായി വേണം കാര്യങ്ങൾക്ക് അവതരിപ്പിക്കാൻ. മറുചെവി ഇതറിയാൻ പാടില്ല. കാര്യത്തിന്റെ ഗൗരവമൊക്കെ നിന്നെക്കാൾ നന്നായി നിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. എത്ര പിണക്കത്തിലാണെങ്കിലും മകൾ ഒരു കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണെന്നറിഞ്ഞാൽ ഏതമ്മയും ഒന്ന് കുലുങ്ങും. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നൊരമ്മ മകൾക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാകും. മുന്നും പിന്നും നോക്കാതെ പണം എടുത്ത് തരികയും ചെയ്യും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നിന്റെ ഫോൺ കോളും കാത്ത് ഞാനിരിക്കുന്നുണ്ടാവും. ചെല്ലാൻ. $40 ലക്ഷം. ഞാൻ ഇടപഴകിയത് ഒരു വിഷപ്പാമ്പിന്റെ കൂടെയായിരുന്നു. അവൻ ആവശ്യപ്പെടുന്നത് 40 ലക്ഷം. ഞാനതുണ്ടാക്കും. എന്നിട്ട് ഞാനതവന് കൊടുക്കും. മെല്ലെ വീഴല്ലേ, സൂക്ഷിച്ചു വാ. നീ എന്താ ഇങ്ങനെ നോക്കുന്ന? നീ നിന്റെ ചേച്ചിയെ കണ്ടിട്ടില്ലേ? ഇപ്പൊ കണ്ടു. നീ വാ, സൂക്ഷിച്ചു വരണേ.
ഇവിടെ ഇരിക്ക്. സൂക്ഷിച്ചേ. മുത്തശ്ശനിരിക്കെ. അമ്മ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഇരിക്കമ്മേ. അമ്മ ഇരിക്കെ, ഞാൻ വിളമ്പാം. പ്രതിമ പോലെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്ക്. നീ എന്താ ഇങ്ങനെ തൊട്ടും തോണ്ടിയിരിക്കുന്ന? കഴിക്ക്. എല്ലാരും കഴിച്ചോളൂ. നീ കഴിക്കുമോളെ. അമ്മേ, എന്താ? അമ്മ എനിക്ക് വാരി തരണം. കുഞ്ഞിനാളില് തന്നതുപോലെ. തരുവോ? അമ്മ വാരി തരുന്നതിന് നല്ല സ്വാദുണ്ടല്ലേ മോളെ? അതെ മുത്തശ്ശ, കുട്ടിക്കാലത്ത് അതേ സ്വാദ്. അതിന് ചേച്ചി ഇപ്പൊ കുട്ടിയൊന്നും അല്ലല്ലോ, ഞാനല്ലേ കുട്ടി. മോൻ വലിയൊരു കുട്ടിയാ. ഈ ചേച്ചിക്ക് എന്താ പറ്റിയേ? ചേച്ചിക്ക് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. മോന് സന്തോഷമായോ? ആ, വലിയ സന്തോഷായി. വാശിയും ശാഠ്യവും വഴക്കും വക്കാണോ ഒന്നും സ്നേഹത്തിന്റെ മുന്നിൽ ഒന്നും അല്ല മക്കളെ. സ്നേഹമുള്ളിടത്ത് സന്തോഷവും സമാധാനവും താനേ ഉണ്ടായിക്കൊള്ളും. അമ്മേ, ഞാൻ അമ്മയോട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, അങ്ങനെ ആയിപ്പോയതാ. എനിക്കറിയാം, കുഞ്ഞുനാളിൽ ഏറ്റവും അനുസരണയുള്ള കുട്ടി നീയായിരുന്നു. സാഹചര്യങ്ങൾ നിന്നെ മാറ്റിയതാണെന്ന് സമാധാനിക്കുക. ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് മനസ്താപമുണ്ട് എനിക്ക്. അമ്മ എന്നോട് പൊറുക്കണം. പൊറുക്കില്ലേ?